ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സോളമന്റെ തേനീച്ചകൾ എന്ന ഒരു മലയാളം മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ പോലീസിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പാർട്ടി നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ ബിനു എന്ന് പറഞ്ഞ ഒരു പോലീസ് മഫ്തിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഓഫീസർക്ക് അവിടെ പാർട്ടിയിലുള്ള ഒരാളെ കണ്ട സമയത്ത് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ ഉടനെ പിടിച്ചിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇപ്പോൾ അവനെ പിടിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പാർട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ അവിടെ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെല്ലാവരെയും പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഇവരെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് പോലീസിന് അവരുടെ അടുത്തു നിന്നും ലക്ഷക്കണക്കിന് മതിപ്പുള്ള കൊക്കൈൻ പിടികൂടുന്നത്. അങ്ങനെ ഇതെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഇത് മീഡിയയ്ക്ക് ഇൻഫോം ചെയ്തിട്ട് അവർ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഗ്ലൈനയെ കാണിക്കുന്നു. അവളൊരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഇതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഓഫീസർ വന്നിട്ട് ബിനു എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്പെക്ടറെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനു എന്ന് പറഞ്ഞ പോലീസുകാരൻ യൂണിഫോമിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അടുത്ത സീനിൽ നമുക്ക് സുജ എന്ന് പറഞ്ഞ ഒരു ട്രാഫിക് പോലീസിനെ കാണിക്കുന്നു. ഇപ്പൊ രാത്രിയാവുന്ന സമയത്ത് നമ്മളുടെ ഗ്ലൈനയും അതുപോലെ ഈ സുജയും കൂടിയിട്ട് ഒരുമിച്ച് സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നു. അതിൽ നിന്ന് തന്നെ അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ ചില്ലായിട്ട് ഒരുമിച്ച് ജീവിച്ചു വരികയാണ്. അതുമാത്രമല്ല ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗ്ലൈന നമ്മളുടെ സുജയുടെ അടുത്ത് നീ എനിക്ക് ഒരു കേസിന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതായിട്ടും അതുപോലെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ കുട്ടികളുടെ അടുത്തേക്കൊക്കെ എത്തുന്നതായിട്ടൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അവൾ സുജയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം സുജ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ശരത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് സിം കാർഡ് റിമൂവ് ചെയ്യുന്ന പിന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സുജയാണെങ്കിൽ ഇവൻ അത് വന്ന് ചോദിച്ചപ്പോഴേക്കും ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ പെട്ടെന്ന് വിസിലടിച്ച് തൊട്ടടുത്തുള്ള പോലീസ് കാര്യങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്നാൽ ശരത് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുമായിട്ട് ഒന്നും ബന്ധപ്പെട്ട ആളായിരുന്നില്ല. നെക്സ്റ്റ് ഡേ സുജ ട്രാഫിക് പോലീസായിട്ട് അവളുടെ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുജ ചെന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവനെ ഒരാവശ്യമില്ലാതെ കേസിൽ കൊടുക്കുകയല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് അവൻ പറയുന്നുണ്ട് അവനിതൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്, അപ്പോൾ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന് തീർച്ചയായിട്ടും നിനക്കുള്ള മറുപടി കിട്ടുന്നുള്ള രീതിയിൽ അവൻ അവളുടെ അടുത്ത് പറയുന്നു. അതിനുശേഷം അവൻ തൻ്റെ ലക്ഷറി കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവൻ ആ കാറിൽ പോകുന്ന കണ്ടിട്ട് ഇവളാകെ ഷോക്കാവുകയാണ്. കാരണം ശരത്തിനെ കണ്ടപ്പോൾ അവൻ ഇത്രയും ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് സുജ ഇപ്പോൾ വീട്ടിൽ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസർ ബിനു നമ്മളുടെ സുജേനെ സൈറ്റ് അടിച്ചുകൊണ്ട് റോഡിലൂടെ ഇങ്ങനെ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മളുടെ സുജ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ ശരത്തിന്റെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നു. ഇവൻ എന്തിനാണ് പിന്നെയും ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ച് അവൾ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കാറിന്റെ ചില്ലിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് ആ കാറിനുള്ളിൽ നിന്നും ആ സിറ്റിയുടെ SP പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവൾ ഉടനെ SP കണ്ടപ്പോഴേക്കും ആൾക്കൊരു സല്യൂട്ട് കൊടുത്തിട്ട് ശരത്തിന്റെ അടുത്ത് എന്നെപ്പറ്റി SPന്റെ അടുത്തൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ശരത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നമ്മളുടെ ഗ്ലൈനയുടെ അടുത്ത് സുജ ഈ ശരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അടുത്ത ദിവസം അങ്ങനെ ഒരു സ്ഥലത്ത് നല്ലൊരു പാർട്ടി നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലക്ഷറി കാർ ഓടിച്ചുകൊണ്ട് നമ്മളുടെ ശരത്ത് വരുന്നു. സുജ ആ ഒരു സമയത്ത് തൻ്റെ ഡ്യൂട്ടിയിലാണുള്ളത്. അപ്പോൾ ശരത്ത് നല്ല കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ആ ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നത് കണ്ടിട്ട് അവൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ശരത്ത് ശരിക്കും ഒരു ഡ്രൈവറാണ്. ഇത്തരത്തിൽ റിച്ച് ആയിട്ടുള്ള വ്യക്തികളുടെ ലക്ഷറി കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ. ഈ ഒരു കാര്യം നമ്മളുടെ സുജയ്ക്ക് മനസ്സിലായതോടെ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് പോയി. അങ്ങനെ ഇപ്പം നമ്മളുടെ സുജ ചെന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ച് ഒരുപാട് ടൈം അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പതിയെ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു പ്രണയം ബിൽഡ് ആവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസർ ബിനു ഇവരെ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ സുജയ്ക്ക് ട്രാഫിക്കിൽ നിന്നും സ്റ്റേഷനിലേക്ക് പ്രൊമോഷൻ കിട്ടുകയാണ്. അവളിപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന് അതിനുശേഷം നമ്മളുടെ ശരത്തിൻ്റെ കൂടെ അവൾ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ ഇവരുടെ സീനിയർ ഓഫീസർ ഒരു കുറ്റവാളിയും കൊണ്ട് കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടത്.
അപ്പോൾ സുജ അവർക്ക് ശരത്തിന്റെ കാറിൽ ലിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത സമയത്ത് ആ കുറ്റവാളിയാണെങ്കിൽ നമ്മളുടെ ശരത്തിനെ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുള്ളതുപോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അടുത്ത ദിവസം നമ്മളുടെ സുജയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരത്ത് അവളുടെ സ്റ്റേഷനിലേക്ക് വരുന്നു. അങ്ങനെ അവളിപ്പോൾ സീനിയർ ഓഫീസറുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ച് നേരെ ശരത്തിന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ അവളുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് ശരത്ത് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ അവളുടെ കൂടെ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ വീട്ടിൽ കയറി പതിയെ അവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോഴേക്കും ശരത്ത് പോയിട്ട് അവിടെ ഒരു ഡോറിന്റെ പുറകിൽ ഒളിക്കുന്നു. നമ്മുടെ സുജ ചെന്നിട്ട് കതക് തുറക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് വന്നിരിക്കുന്നത് സീനിയർ ഓഫീസറായിട്ടുള്ള ബിനു ആണ്. ബിനു അവൾക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് തരാൻ വന്നതാണ്. അതുമാത്രമല്ലാതെ അയാൾ അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുകയും അവളുടെ അടുത്ത് കുറച്ച് വൾഗറായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ശരത്താണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലാതെ ശരത്തിനെ ഇറങ്ങി ചെന്നിട്ട് അവനിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പോൾ ബിനുവും ശരത്തും തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ ബിനു ശരത്തിനെ വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബിനുവിൻ്റെ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിലെ വേലക്കാർ വരികയാണ്. അവർ വന്നിട്ട് വീടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ബ്ലഡിൻ്റെ ഒരുപാട് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡ്രോപ്സ് ഫോളോ ചെയ്ത് റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് ബിനു അവിടെ കൊല്ലപ്പെട്ട രീതിയിൽ കിടക്കുന്നത്. അത് കണ്ടിട്ട് ആ വേലക്കാരി അവിടെ നിന്ന് പേടിച്ച് പോവുകയാണ്. അതിനുശേഷം പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ട ഓഫീസേഴ്സൊക്കെ വന്ന് അവിടെ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. ഈ ഒരു കാര്യം ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് സുജ നമ്മുടെ ഗ്ലൈനയുടെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അവക്കാണെങ്കിൽ ഇത് ശരത്താണോ ചെയ്തതെന്ന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സോളമൻ എന്ന് പറഞ്ഞ പുതിയൊരു പോലീസ് ഓഫീസറെ ഏൽപ്പിക്കുകയാണ്. സോളമൻ ആണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം ഒരുപാട് കേസ് കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്ന ഉടനെ തന്നെ ബിനുവിൻ്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സോളമൻ എന്ന് പറഞ്ഞ ഓഫീസർ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ച് വന്ന സമയത്ത് നമ്മളുടെ സുജയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അവൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് മയങ്ങി വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അതിനുശേഷം അവൾ നോക്കിയായി വന്നപ്പോഴേക്കും ഗ്ലൈന അവളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ശരത്തിനെ കുറിച്ച് എന്തായാലും നമ്മൾ അറിഞ്ഞേ പറ്റൂ, കാരണം അവനാണോ ഇത് ചെയ്തതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും പോകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസർ മരിച്ച അന്ന് മുതൽ നമ്മളുടെ ശരത്തിനെ കാണാനില്ല. അതുപോലെ തന്നെ അവനെ കോൾ ചെയ്തിട്ടും കിട്ടുന്നില്ല. അവൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മളുടെ ഓഫീസർ സോളമൻ അയാൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഇവർക്ക് ഒരു ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ആ വേലക്കാരിയെ അയാൾ മരിച്ച അന്ന് മുതൽ കാണാനില്ല. അങ്ങനെ ഇപ്പോൾ ഒരു പ്ലാൻ പ്രകാരം ഇവർ ആ വേലക്കാരിയെ കണ്ടുപിടിക്കുന്നു. അവരിപ്പോൾ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവർക്കറിയാവുന്ന സത്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഓഫീസർ ബിനുവും ഇവരുമായിട്ട് മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇവരുടെ ഹസ്ബൻഡ് അറിഞ്ഞ് പ്രശ്നമായ കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ ഹസ്ബൻഡ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ ശരത്തും സുജാതയും കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ കോടതിയിൽ ഒരു കുറ്റവാളിയെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വ്യക്തിയായിരുന്നു നമ്മളുടെ ഈ ഭാനുമതി എന്ന് പറഞ്ഞ ഈ വേലക്കാരിയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അവൾ പറയുന്നു, രാവിലെ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ സാറ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കത്തിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കത്തിയും എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോയതാണെന്ന് പറയുന്നു. ഇപ്പൊ സോളമൻ നമ്മുടെ ശരത്തിന്റെ ഓണറെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ തനിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അടുത്ത സീനിൽ സിറ്റി കമ്മീഷണർ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ ഒരു മീറ്റിങ്ങിൽ നമ്മളുടെ സോളമനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസ് കണ്ടുപിടിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സോളമൻ പോയിട്ട് നമ്മളുടെ ഭാനുമതിയെ സ്റ്റേഷനിൽ നിന്നും റിലീസ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഭാനുമതിയുടെ വീടാണ് കാണിക്കുന്നത്. നൈറ്റ് അവൾ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നു. ഭാനുമതി തന്നെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് അവൻ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ സോളമൻ്റെ പ്ലാൻ പ്രകാരം അവിടെ മഫ്തിയിൽ പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ് അവനെ പിടിച്ച് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനുശേഷം സോളമൻ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ സോളമൻ ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ആ മരിച്ച പോലീസ് ഓഫീസറെ വീട്ടിൽ നിന്നും ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് കണ്ട കാര്യം സോളമൻ അയാളുടെ അടുത്ത് പറയുന്നു. ആ ഒരു സമയത്താണ് ഇയാൾ വേറൊരു കാര്യം പറയുന്നത്. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസ് സേഫായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാനുമതിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളാണെങ്കിൽ അത് ബിനു ആയിട്ടുള്ള അഫെയറിൻ്റെ പുറത്ത് അവന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എങ്ങനെയും അത് തിരിച്ചു മേടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ കത്തിയും എടുത്തിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയത്.
എന്നാൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ആരോ അയാളെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ടെൻഷനായിട്ടാണ് എൻ്റെ കത്തി എൻ്റെ കയ്യിൽ നിന്ന് പോയത്. സോ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അടുത്ത ദിവസം നമ്മളുടെ ബിനുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സോളമൻ അയാളുടെ വൈഫിനെ കാണുന്നു. എന്നിട്ട് ബിനുവിൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്നും ഒരു നെക്ലേസ് അയാൾ റിട്ടേൺ മേടിച്ചുകൊണ്ട് വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിച്ചിട്ടുള്ള ഒരു മുതലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സോളമന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ബിനു മരിച്ച നാൾ മുതൽ ബിനുവിൻ്റെ വീടിന് മുന്നിൽ ഒരു റെഡ് കളർ കൂപ്പർ വന്ന് നിർത്താറുണ്ട്. അങ്ങനെ ഒരു 2 ഡേയ്സിന് ശേഷം ഇപ്പോൾ ഇതിനെക്കുറിച്ച് വക്കീലുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വക്കീൽ പറയുന്നു ഇതൊരു സൂയിസൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കാരണം തോക്ക് വെച്ചിരിക്കുന്നത് അയാളുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. അതുമാത്രമല്ല ഇപ്പോൾ ബാക്കിയുള്ള പ്രൂഫുകളൊക്കെ നോക്കുമ്പോഴും അത് മാച്ചിങ് ആണെന്ന് പറയുന്നു. എന്നാൽ സോളമൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നു. ഇപ്പോൾ സുജയാണെങ്കിൽ ശരത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചിട്ട് അവനെക്കുറിച്ച് ചോദിക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻസും കിട്ടുന്നില്ല. നെക്സ്റ്റ് ഡേ സുജ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരത്തിനെ റോഡിൽ കാണുന്നു. അങ്ങനെ ഇപ്പോൾ സുജ നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത് മുമ്പ് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് ഓഫീസർ ബിനു അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അതേ സമയത്ത് രാത്രി എന്നെ ഒരാൾ വിളിച്ചിട്ട് കൊക്കൈൻ സപ്ലൈ ചെയ്യണം, അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ എന്നെക്കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. സോ ബിനുവിൻ്റെ അടുത്ത് പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഓഫീസർ ബിനു അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. അങ്ങനെ അത് കണ്ട ഉടനെ തന്നെ ഞാൻ അവിടുന്ന് ഫാസ്റ്റായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു എന്ന് അവൻ പറയുന്നു. അങ്ങനെ ഇരിക്കെ സോളമൻ നമ്മളുടെ ബിനുവിൻ്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു കാറിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് അത് ലാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്തത് നമ്മളുടെ ശരത്താണെന്നും അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പം നമ്മളുടെ ഗ്ലൈനേൻ്റെ അടുത്ത് സുജ മീറ്റ് ചെയ്തിട്ട് ശരത്തിന് ഈ ഒരു കേസുമായിട്ട് ഒരു സംബന്ധവും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഗ്ലൈന സ്റ്റേഷനിലുള്ള വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് അവനെ ഒളിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സോളമനും മറ്റൊരു ഓഫീസറും കൂടിയിട്ട് പോകുന്ന സമയത്താണ് കൂടെയുള്ള ഓഫീസർ സോളമൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അതായത് ശരത്തിനെയും സുജയനെയും മുമ്പ് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുറ്റവാളിനെ കോടതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്താണെന്നുള്ള കാര്യവും പറയുന്നു. അത് കേട്ടിട്ട് നമ്മളുടെ സോളമൻ എന്നാൽ സുജയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ എന്തെങ്കിലും എവിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സോളമൻ സാറിന് ഡൗട്ട് വന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അടുത്ത ദിവസം വന്നിട്ട് അവർ ശരത്തിനെ ഒളിപ്പിച്ചിട്ടുള്ള ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് റൂം തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ശരത്തല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ സോളമൻ സാറായിരുന്നു. അങ്ങനെ ഇപ്പോൾ സോളമൻ ഇവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ശരത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ സോളമൻ ശരത്തിനെയും സുജാതയെയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അപ്പോൾ സോളമൻ ശരത്തിനൊരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിൽ നമ്മളുടെ സുജ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ട ഉടനെ സുജയും ശരത്തും ഭയങ്കര ഷോക്കാവുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളത് ബിനുവിൻ്റെ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ബിനുവിനെ കൊന്നത് സുജയാണോ എന്നുള്ള കാര്യത്തിൽ നമ്മളുടെ സോളമൻ സംശയിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സുജ ഗൺ ഷൂട്ട് ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ്. അതുമാത്രമല്ല ട്രാഫിക് പോലീസ് ആയിരുന്ന അവൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരാനുള്ള കാരണവും ഇവളും ബിനുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള കാര്യമൊക്കെ സോളമൻ ഇപ്പോൾ ചോദിക്കുന്നു. കാരണം ഇവളുടെ ഈ ഒരു വീഡിയോ ബിനുവിൻ്റെ ഫോണിൽ കണ്ടതുകൊണ്ട് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ളൊരു സംശയം നമ്മളുടെ ഇൻസ്പെക്ടർക്ക് വരികയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബിനു മരിച്ച സമയത്ത് അവൻ്റെ ഹോർമോൺ ലെവലും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ബിനു ആ ഒരു സമയത്ത് സെക്സ് ചെയ്യുന്ന ഒരു മൂഡിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ ഒരു റിങ്ങും കാണിച്ചിട്ട് ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്, ഇത് നിന്റെ റിങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് സോളമൻ നമ്മളുടെ സുജയുടെ അടുത്ത് ചോദിക്കുന്നു. ഇതെല്ലാം സോളമൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സുജ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സുജയുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ലാത്തി വെച്ച് അവളെ അടിച്ച് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ലാത്തി എടുത്തിട്ട് നമ്മളുടെ സോളമൻ നേരെ നമ്മുടെ ഗ്ലൈനയുടെ അടുത്തേക്ക് എറിയുന്നു. ഗ്ലൈന അപ്പോൾ ആ ഒരു ലാത്തി ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയത്താണ് ഗ്ലൈനയുടെ കയ്യിൽ മോതിരമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇത്രയും നാൾ മോതിരം ഇട്ടതിൻ്റെ ആ പാട് അവിടെയുണ്ട്, പക്ഷേ ഇപ്പോൾ അവിടെ മോതിരമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു പാട് കണ്ട സമയത്ത് നമ്മളുടെ സോളമൻ ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഗ്ലൈന ഇപ്പോൾ സത്യങ്ങളൊക്കെ പറയുന്നു. നമ്മളുടെ ഓഫീസർ ബിനു ഗ്ലൈനയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം സുജ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഗ്ലൈനയും ബിനുവും കൂടിയിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് സുജ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ സുജ വന്ന ഉടനെ തന്നെ ബിനു അവിടെ ഒളിച്ചിരിക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മളുടെ സുജ വീട്ടിൽ വന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ അഴിച്ച് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അത് നമ്മളുടെ ബിനു അവൾ അറിയാതെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഗ്ലൈന നമ്മളുടെ ബിനു കാരണം പ്രഗ്നൻ്റ് ആവുകയാണ്. അതിനുശേഷം അവരത് അവോയ്ഡും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് സുജയുടെ ബർത്ത്ഡേൻ്റെ അന്ന് ബിനു വീട്ടിലേക്ക് വരുന്നത്. ബിനു അപ്പോൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഗ്ലൈന അവിടെയുള്ള ജനൽ വഴി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലൈന ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്ക് ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്ലൈനേനെ അവൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാരേജ് കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഗ്ലൈനയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ എന്തായാലും മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടെ ബിനു വീട്ടിലേക്ക് പോയ സമയത്ത് ബിനുവിൻ്റെ വീട്ടിലേക്ക് ഗ്ലൈന ചെല്ലുന്നത്. അപ്പോൾ ഗ്ലൈന അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഡ്രഗ്സും ഡ്രിങ്ക്സൊക്കെ അടിച്ചിട്ട് അവളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ട് അവളെ ഫോഴ്സ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് നീ എന്നെ ചതിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ അവൻ്റെ തന്നെ ഗണ്ണെടുത്ത് അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. ശേഷം അവിടെയുള്ള എവിഡൻസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ സോളമൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കത് ഫസ്റ്റ് മുതലേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് തന്നെ ഇതൊരു സൂയിസൈഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ കോടതിയിൽ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ഓഫീസറായിട്ടുള്ള സോളമൻ പറയുകയാണ് ബിനു ഭയങ്കര ഡ്രഗിന് അഡിക്റ്റ് ആയതായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഡ്രഗ് ഡീലിംഗ് കാര്യങ്ങളൊക്കെ അവൻ നടത്തുന്നതായിട്ടും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലെ ഡ്രഗ് അഡിക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഈ സൂയിസൈഡിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു സൂയിസൈഡ് ആക്കിയിട്ട് വരുത്തി തീർത്ത് അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ജഡ്ജി റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നിന്നും നമ്മളുടെ സുജയനെയും ഗ്ലൈനേനെയും ഒക്കെ രക്ഷിച്ചിരിക്കുകയാണ് നമ്മളുടെ ഓഫീസർ സോളമൻ. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡ്രഗ് ഡീലിങ്ങും കാര്യങ്ങളും പിന്നെ ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ കബളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശിക്ഷ അയാൾക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സോളമൻ ഈ രീതിക്ക് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ കേസ് ക്ലോസ് ആയിട്ട് കോടതിയിൽ നിന്നും നമ്മളുടെ സോളമൻ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ സുജിയും ഗ്ലൈനയും ശരത്തും കൂടിയിട്ട് സോളമൻ്റെ അടുത്ത് പോയിട്ട് നന്ദി പറയുന്നു. സോ ഇത്തരത്തിലൊരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.